പരിസരത്തെങ്ങും ആരും തന്നെ ഇല്ല. വരൂ, ഇപ്പൊ തന്നെ പുറത്തു പോകാം, ആരെങ്കിലും വരുന്നതിന് മുമ്പ്. നിൽക്കൂ. ഇത്ര തിടുക്കത്തിൽ എവിടേക്ക്? കൺമുന്നിലിരിക്കുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? എന്തുപറ്റി? പറയൂ. ഇത്ര തിടുക്കത്തിൽ ഈ ദാസിയെയും കൂട്ടി എവിടേക്കാണ്? ഇത് ദാസി തന്നെയല്ലേ, അതോ മറ്റാരെങ്കിലും? ദാസി, ഇത് ദാസി തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ ഇവളുടെ കുടുംബത്തിൽ ഒരു ആപത്തുണ്ടായി. അതുകൊണ്ട് ഇവക്ക് വേഗം പോയേ പറ്റൂ. ഏയ്, നീ വരൂ, വേഗം പോവേണ്ടേ നിനക്ക്. വരൂ. നിൽക്കൂ. ഇപ്പോഴും നിനക്ക് പോകാനുള്ള അനുവാദം നാം നൽകിയില്ല. ഈ സന്ധ്യാസമയത്ത് കൊട്ടാരത്തിലെ ദാസിയെ കൊട്ടാരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം നിനക്ക് ആരാണ് നൽകിയത്? വാസ്തവത്തിൽ കുമാര, ഇവൾക്ക് നാവില്ലേ? നമുക്കത് ഇവളുടെ നാവിൽ നിന്നും കേൾക്കണം. ഇവളുടെ നാവിൽ നിന്നോ? പക്ഷേ ഇവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതെ, ഇവൾക്ക് സംസാരിക്കാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല കാര്യം. കുടുംബത്തിന് ആപത്തുണ്ടായി എന്നറിഞ്ഞ് പുറപ്പെട്ടതാണല്ലേ? എങ്കിൽ കേൾക്കൂ. നിന്റെ ഭാവം കാണുമ്പോൾ നമുക്ക് ഒന്നും ഉചിതമായി അനുഭവപ്പെടുന്നില്ല. നോക്കൂ കുമാര, ഇവൾക്ക് സംസാരിക്കാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. പക്ഷെ ഇവൾക്ക് പോകേണ്ടതുണ്ട്. അവളെ പോകാൻ അനുവദിക്കേ. ആ, നമുക്കും അത് തന്നെയാണ് അറിയേണ്ടത്. ഈ സമയത്ത് ഏത് ദാസിയാണ് കൊട്ടാരത്തിന് പുറത്തു പോകുന്നത് എന്ന്. മുഖം കാണിക്കൂ. നിൽക്ക്. ഇവളൊരു ദാസിയാണെങ്കിൽ ഒരു സ്ത്രീ കൂടിയാണ്. ഒരു സ്ത്രീയുടെ മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. എന്താ? നിനക്ക് ഇത്രയും ധൈര്യം എങ്ങനെയുണ്ടായി? സർവനാശം, ഇത് ഉചിതമല്ല. അഥവാ പടയാളികൾ വന്നു ചേർന്നാൽ ഇത് വലിയ പ്രതിസന്ധിയായി മാറും. ഇത്രയും ധൈര്യമോ? ആരാണീ പെൺകുട്ടി? രൂപനഗരത്തിൽ ഇത്രയും ധൈര്യമുള്ള പെൺകുട്ടികളുണ്ടോ?
വിഡ്ഢി 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 വിഡ്ഢി. ഈ ഗന്ധർവൻ ഒരു വിഡ്ഢിയാണ്. അവനവിടെ കുറച്ചു സമയം കൂടി നിൽക്കാൻ പാടില്ലായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ മനസ്സിലായില്ലേ പാചകശാലയിൽ എന്തിനാ പോയതെന്ന്? നമ്മുടെ കണ്ണിൽ എന്താണ് നീ ഇട്ടത്? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വൈദ്യന്മാര് വസിക്കുന്ന ഗ്രാമത്തിന് സമീപത്താണെന്ന് തോന്നുന്നു. എന്നാൽ ഇനി ഏത് വശത്തേക്കാണ് പോവേണ്ടത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നിൽക്ക്, നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കണം. നിനക്ക് ഇനി നടക്കാൻ സാധിക്കുമോ, അതോ ഇനി വിശ്രമിക്കണോ? നീ മനസ്സിലാക്കാത്തത് എന്താ? ഇത് നമുക്ക് വിശ്രമം നടത്താനുള്ള സമയമല്ല. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് വരേക്കും നമുക്കൊരിക്കലും സ്വസ്ഥത ലഭിക്കില്ല അരുന്ധതി. രൂപേ, ഇത് നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ട് തോന്നുന്നതാണ്. ശരീരം ഈ കാര്യങ്ങളൊന്നും കേൾക്കില്ല. അതുമല്ല, നീ ഇത്രയും ദൂരം നടന്നു വന്നില്ലേ, ആ കാര്യം മറക്കണ്ട. നീ ഇവിടെ കുറച്ചു നേരം വിശ്രമിക്ക്, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അവിടെ ഇരിക്കെ. നീ എന്തൊക്കെയാ പറയുന്നത്? ഇത്രയും അന്ധകാരത്തിൽ തനിച്ച് എവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും? നീ നടക്ക, നാമും കൂടെ വരുന്നതാണ്. നീ ഭയപ്പെടണ്ട. സമീപത്ത് എവിടെ ഒരു അരുവിയുടെ ശബ്ദം കേൾക്കുന്നു. നാം ഉടൻ പോയിട്ട് വരാം. നീ എവിടെ ഇരിക്കെ, കേട്ടോ? എന്നാൽ നീ ശ്രദ്ധിച്ചു പോണം. അതെ, ഇരിക്കെ.